സാങ്കേതിക ഡിജിറ്റൽ സർവകലാശാലകളിലെ സ്ഥിരം VC നിയമനവുമായി ബന്ധപ്പെട്ട കേസ് നടത്തിപ്പിന് പണം ആവശ്യപ്പെട്ടതിൽ നിലപാടൊന്നും മയപ്പെടുത്തിയിരിക്കുകയാണ് രാജ്ഭവൻ. സുപ്രീം കോടതിയിലെ കേസ് നടത്തിപ്പിനുള്ള പണം സർവകലാശാലകൾ നൽകിയില്ലെങ്കിലും പ്രശ്നമില്ല എന്നാണ് പുതിയ നിലപാട്. AGക്കുള്ള പണം രാജ്ഭവൻ തന്നെ നൽകും. കൂടുതൽ തർക്കത്തിലേക്ക് വിഷയം എത്തിക്കേണ്ട എന്നാണ് നിലവിൽ രാജ്ഭവന്റെ തീരുമാനം. വായാന്തോടാണ് അതിന്റെ വിശദാംശങ്ങൾ നൽകേണ്ടത് തിരുവനന്തപുരത്ത് നിന്ന്. വിജിൻ, ഒരു പൊടിക്കടങ്ങിയിരിക്കുന്നു ഈ ചെലവിന്റെ കാര്യത്തിൽ ഗവർണറും രാജ്ഭവനും എന്ന് കരുതേണ്ടി വരും. എങ്ങനെയാണ് അങ്ങനെ നിലപാടിലേക്ക് എത്തുന്നത്? സൈഫുദ്ദീൻ ജിൻസി, ഇക്കാര്യത്തിൽ ഡിജിറ്റൽ ടെക്നിക്കൽ സർവകലാശാലകളിലെ സുപ്രീം കോടതിയിൽ എത്തിയ VC നിയമന വിവാദങ്ങൾ ആണ്. അതിലെ പണം നൽകണം എന്നുള്ള ആവശ്യമാണ് ഗവർണർ ഉന്നയിച്ചിരുന്നത്. ഇപ്പോൾ ഈ നിലപാട് മാറ്റിയതിന് പിന്നിൽ, മയപ്പെടുത്തിയതിന് പിന്നിൽ ഡിജിറ്റൽ ടെക്നിക്കൽ സർവകലാശാലയിലെ സിൻഡിക്കേറ്റ് അംഗങ്ങൾ തന്നെ ഇക്കാര്യത്തിൽ നിലപാടെടുത്തിരുന്നു. ഒരു കാരണവശാലും VCയോട് ഈ തുക അനുവദിച്ച് നൽകരുത് എന്നാവശ്യപ്പെട്ട് IB സതീഷ് MLAയും ഒപ്പം തന്നെ സച്ചിൻ ദേവ് MLAയും VC ശിവപ്രസാദിന് കത്ത് നൽകുന്ന സാഹചര്യമൊക്കെ ഉണ്ടായിരുന്നു. കഴിഞ്ഞ ദിവസം നമ്മൾ തന്നെയാണ് ആ വാർത്ത നൽകുകയും ചെയ്യുന്നത്. അങ്ങനെ കൂടുതൽ CPM ഇക്കാര്യത്തിൽ കൂടുതൽ കടുപ്പിച്ച ഒരു നിലപാടിലേക്ക് പോയ സാഹചര്യത്തിലാണ് ഈ സർവകലാശാലകൾ പണം നൽകുന്നില്ലെങ്കിൽ അത് രാജ്ഭവൻ തന്നെ നൽകാം എന്നുള്ളൊരു തീരുമാനത്തിലേക്ക് നിലവിൽ എത്തിയിട്ടുള്ളത്. നേരത്തെ സൂചിപ്പിച്ചതുപോലെ സർക്കാരുമായി നേരിട്ടുള്ള ഒരു തർക്കത്തിന് സർക്കാരിൽ നിന്ന് തന്നെ പണം വാങ്ങുന്ന ഒരു നിലപാടാണ് VCയുടെ ഗവർണറുടെ ഭാഗത്തു നിന്ന് ഉണ്ടായത്. അതുകൊണ്ട് തന്നെ ഇതിനെതിരെ വലിയ വിമർശനം വരികയും രണ്ട് സിൻഡിക്കേറ്റിലെയും ഇടത് അംഗങ്ങൾ ഇതിനെതിരെ പരസ്യമായ പ്രസ്താവനയും പരസ്യമായ രംഗത്തെത്തുന്ന സാഹചര്യം ഒക്കെ ഉണ്ടാവുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഒരു സാഹചര്യത്തിലാണ് നിലവിൽ എന്തായാലും ഇപ്പോഴും നിലനിന്നു പോകുന്ന സുപ്രീം കോടതി ഹർജികളുണ്ട്. അതിൽ ഒക്കെ ഉള്ള തുക അത് AGക്ക് നൽകുന്നത് നേരിട്ട് രാജ്ഭവൻ തന്നെ നൽകിയാൽ മതി എന്നുള്ള തീരുമാനത്തിലേക്ക് ഇപ്പോൾ ഗവർണർ എത്തിയിരിക്കുന്നത്. അങ്ങനെ പൂർണ്ണമായും തീരുമാനത്തിലെത്തിയെന്ന് പറയാൻ കഴിയില്ല. സർവകലാശാലകൾ നൽകുന്നില്ലെങ്കിൽ ആ തുക രാജ്ഭവൻ തന്നെ നൽകാം എന്നുള്ളൊരു തീരുമാനത്തിലേക്കാണ് എത്തിയിരിക്കുന്നത്. ഒരുപക്ഷെ രണ്ട് സർവകലാശാലയിലെയും വൈസ് ചാൻസലർമാർ എന്ന് പറയുന്നത് ഗവർണർ നിയമിച്ച ആളുകളാണ്. ഡിജിറ്റൽ സർവകലാശാലയിൽ സിസ തോമസും ഒപ്പം തന്നെ ടെക്നിക്കൽ സർവകലാശാലയിൽ ശിവപ്രസാദുമാണ് VCമാരായിരിക്കുന്നത്. രണ്ടാളും ഇവരുമായി രാജ്ഭവനുമായി അടുത്ത ബന്ധം പുലർത്തുന്ന ആളുകളാണ്. ഏതെങ്കിലും തരത്തിൽ സിൻഡിക്കേറ്റിനെ മറികടന്ന ആ തുക അനുവദിക്കാനുള്ള സാധ്യതകൾ ഒക്കെ ഉണ്ടാവുകയും ചെയ്തിട്ടുണ്ട്. പക്ഷേ ഈ ടെക്നിക്കൽ സർവകലാശാലയെ സംബന്ധിച്ചിടത്തോളം പണം വിനിയോഗിക്കണമെങ്കിൽ, അത് പാസ്സാക്കണമെങ്കിൽ സിൻഡിക്കേറ്റിന്റെ അനുമതി വേണം. ഇക്കാര്യം കാണിച്ചാണ് നിലവിൽ IB സതീഷ് MLAയും ഒപ്പം തന്നെ സച്ചിൻ ദേവ് MLAയും ഇക്കാര്യത്തിൽ VCക്ക് കത്ത് നൽകുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. അത് മറികടന്ന് ഏതെങ്കിലും തീരുമാനത്തിലേക്ക് പോയാൽ ഒരുപക്ഷെ സർവകലാശാലകൾ തന്നെ പണം നൽകുന്ന ഒരു സാഹചര്യത്തിലേക്കൊക്കെ എത്തും. പക്ഷേ ഇപ്പോൾ ഗവർണർ കാര്യങ്ങൾ മയപ്പെടുത്തുന്നു എന്നുള്ളതാണ്. ശരി, വിജിനാണ് വിവരങ്ങൾ നൽകിയത്. സിഫ്, എന്റെ അഭിപ്രായത്തിലേ ഈ കേന്ദ്രം ഗവർണർക്ക് കുറച്ച് പണം കൊടുക്കേണ്ടതാണ് ഇത്തരം കേസുകളൊക്കെ നടത്താൻ. സംസ്ഥാനത്തിനെതിരെയുള്ള ഫൈറ്റിന് വേണ്ടി ഒരു തുക കേന്ദ്രം എല്ലാ മാസവും കേന്ദ്രം ഒരു തുക നൽകിയാൽ ഈ പ്രശ്നം തീരുന്നുള്ളൂ. നമ്മുടെ പണം എടുത്ത് നമുക്കെതിരെ കേസ് നടത്തേണ്ട കാര്യമില്ലല്ലോ. നല്ലൊരു സജഷനാണെന്ന് തോന്നുന്നു.